ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒടിയൻ സിനിമയെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ലാലേട്ടനെ നായകനാക്കി വി.എ. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത് 2018 ഡിസംബർ 14 പുറത്തിറങ്ങിയ സിനിമയാണ് ഒടിയൻ. അറിയാലോ, സിനിമയുടെ അനൗൺസ്മെൻറ്റ് തൊട്ട് തന്നെ വൻ ഹൈപ്പായിരുന്നു ഒടിയൻ സിനിമയ്ക്ക്. ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ ടീസർ അടക്കം ഒടിയൻ സിനിമയുടെ ഭാഗമായിട്ട് അവർ പുറത്ത് വിട്ടിരുന്നതാണ്. ആ ഒരു ടീസറും കൂടി വന്നതോടെ ഒടിയൻ സിനിമയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻ ആയാലും ഹൈപ്പായാലും എക്സ്ട്രീം ലെവലിലേക്കാണ് പോയത്. ഒരുപക്ഷെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു ലെവൽ ഹൈപ്പായിരുന്നു 2018 ഒടിയൻ സിനിമയ്ക്ക് കിട്ടിയത്. എന്നാൽ കിട്ടിയ ഹൈപ്പിനോട് 1% പോലും സിനിമയ്ക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഫസ്റ്റ് ഷോ തൊട്ട് ഒടിയൻ സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം, അനാലിസിസിലേക്ക്. ഒടിയൻ സിനിമയ്ക്ക് എങ്ങനെ നെഗറ്റീവ് റിവ്യൂ വന്നു? പണ്ട് കാലത്ത് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒടിയൻ എന്ന സങ്കല്പത്തെ ആധാരമാക്കിയാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഒടിയൻ എന്ന ആ ഒരു പേരിന് തന്നെ സിനിമയ്ക്ക് നല്ല ഹൈപ്പായിരുന്നു. കാരണം ഇതുപോലൊരു ജോണർ അന്നേ വരെ മലയാള സിനിമ കണ്ടിട്ടില്ലായിരുന്നു. സിനിമ മെയിനായിട്ട് എല്ലാവരെയും ഞെട്ടിച്ചത് ലാലേട്ടൻ്റെ ലുക്കാണ്. കാരണം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറൻറ്റ് ലുക്കിലായിരുന്നു ലാലേട്ടനെ ഒടിയനിൽ കൊണ്ടുവന്നത്. സിനിമയുടെ സ്റ്റോറിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് വരാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീകുമാർ മേനോൻ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഹൈപ്പ് തന്നെയാണെന്നേ നമുക്ക് മറുപടി പറയാൻ പറ്റൂ. കാരണം ഡയറക്ടറായിട്ടുള്ള ശ്രീകുമാർ മേനോൻ കൊടുത്ത ഹൈപ്പ് ഇന്നേ വരെ ഒരു മലയാള സിനിമയിലും ഒരു ഡയറക്ടറും കൊടുക്കാത്ത ആ ലെവൽ ഹൈപ്പായിരുന്നു. അത് കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ടാണ് ഓഡിയൻസ് സിനിമയ്ക്ക് കയറിയത്. എന്നാൽ എല്ലാവർക്കും പൂർണ്ണ നിരാശയാണ് കിട്ടിയത്. സത്യത്തിൽ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ശ്രീകുമാർ മേനോനെ തലമണ്ടടിച്ച് പൊളിക്കാനാണ് എനിക്ക് പേഴ്സണലിയൊക്കെ തോന്നിയത്. ആ ലെവല് കാട്ടവരാതായിരുന്നു ഇതിൽ കാണിച്ചു വെച്ചിരുന്നത്. മെയിനായിട്ട് ലാലേട്ടൻ്റെ ലുക്ക്, അങ്ങേരുടെ ഫേസൊക്കെ കൂടി കാണിച്ചു കൂട്ടി വെച്ചത്. ഒടിയൻ എന്ന സിനിമ ചെയ്തതിന് ശേഷം ലാലേട്ടൻ്റെ ഫേസ് തന്നെ കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോയി. മൊത്തത്തിൽ കോമാളിയെ പോലെയാണ് ഒടിയനിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് ശേഷം ലാലേട്ടന് ഇന്നേ വരെ ക്ലീൻ ഷേവ് ലുക്കിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ പരുവമാക്കിയിട്ടാണ് ലാലേട്ടനെ ശ്രീകുമാർ മേനോൻ വിട്ടത്. സിനിമയുടെ റിലീസിന് മുമ്പുള്ള പ്രമോഷൻ പരിപാടി ആയിക്കോട്ടെ, എല്ലാത്തിലും ട്രെയിലർ ലോഞ്ചിലടക്കം ബ്ലാക്ക് കമ്പിളിപ്പതപ്പും ചുറ്റിയിട്ട് ശ്രീകുമാർ മേനോൻ്റെ ഒരു വരവുണ്ട്. എന്നിട്ട് ലൈവിൽ വന്നിട്ടുള്ളൊരു പഞ്ച് ഡയലോഗും ഒടിയൻ കണ്ട് തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും നെഞ്ച് വിരിച്ചുകൊണ്ട് ഇറങ്ങി വരാമെന്ന്. നെഞ്ച് വിരിച്ചുകൊണ്ടല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ആ അവസ്ഥയിലായിരുന്നു എല്ലാവരും ഇറങ്ങി വന്നത്. അനാവശ്യ ഹൈപ്പ് അതുതന്നെയാണ് ഈ സിനിമയെ കൊന്നത്. സിനിമയിലെ ഗുഡ് തിങ്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങൾ, ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു. മെയിനായിട്ട് പീറ്റർ ഹെയ്ൻ ആണല്ലോ, അതുകൊണ്ട് അതൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിരുന്നു. അതുപോലെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സാം സിയസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മെയിനായിട്ട് ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു സ്കോറ്, പിന്നെ ജയചന്ദ്രൻ മാസ്റ്ററുടെ സോങ്സും രണ്ടും ഒരേ പൊളിയായിരുന്നു സിനിമയിൽ. ഇതൊക്കെ മാത്രമേ എനിക്ക് പേഴ്സണലി ഇതിൽ ഗുഡ് തിങ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഈ ഒരു സിനിമ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയത് ഡയറക്ഷൻ തന്നെയാണ്. ഡയറക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയുടെ അവസ്ഥ നമുക്കൊക്കെ ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഒടിയൻ എന്ന ആ ഒരു സംഭവം, അതിൻ്റെ എക്സിക്യൂഷൻ തന്നെ കംപ്ലീറ്റ് പാളി. സംഭവം ഒരു ടിപ്പിക്കൽ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിലും അത് മെയ്ക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ മുമ്പിലായിട്ട് എത്തിക്കുന്ന അതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവത്തിലൂടെ ആയിരിക്കണം. ഇത് വെറൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് എക്സിക്യൂഷൻ മൊത്തത്തിൽ അങ്ങ് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ സ്ക്രീൻ പ്ലേ 10 പൈസക്കില്ലാത്ത സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതേപോലെ വിഷ്വൽ എഫക്റ്റ് ഒന്നും അതിനെക്കുറിച്ചൊന്നും പറയാത്തതാണ് നല്ലത്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നതെന്ന് നമുക്കൊന്നും ഇപ്പോഴും ചിന്തിച്ച് നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഇല്ലായിരുന്നു. പാവപ്പെട്ട പ്രകാശ് രാജിനെ പിടിച്ച് ഒരു വില്ലനാക്കിയിട്ടുണ്ട്. പുള്ളിയൊക്കെ ഒരു വയ്യാത്ത ഭയങ്കര വീക്കായിട്ടുള്ള വില്ലനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ സിനിമയിലെ ഡയലോഗ്സ്, സിനിമയിൽ മഞ്ജു വാര്യർ ലാലേട്ടനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മാണിക്ക കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന്. ഇമാതിരി ഓരോ ഡയലോഗ്സൊക്കെയാണ് സിനിമയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ സിനിമയിലെ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു വാര്യർ ആയിക്കോട്ടെ, പ്രകാശ് രാജ് ആയിക്കോട്ടെ,
പിന്നെ വേറെയും ചില ക്യാരക്ടേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ആവറേജ്, അത്രേ ഉള്ളൂ. ഓഡിയൻസിനെ മെയിനായിട്ട് ഈ ഒരു സിനിമ എക്സ്പെക്റ്റ് ചെയ്യിപ്പിച്ചത് ഈ ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഈ പല ആനിമൽസിൻ്റെ രൂപം എടുക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും ഡയറക്ടർ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ എല്ലാ ഓഡിയൻസിനും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കംപ്ലീറ്റ് ശ്രീകുമാർ മേനോൻ തൊലച്ചു വെച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്കും അബദ്ധമായിട്ടായിരുന്നു ഒടിയൻ ആനിമൽസിൻ്റെ രൂപം എടുക്കുന്ന സീൻസ് എല്ലാം ശ്രീകുമാർ മേനോൻ ചെയ്ത് വെച്ചത്. പിന്നെ സിനിമയിൽ ഇമോഷണൽ സീൻസ് ആയാലും എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. സിനിമയിലെ ലാലേട്ടൻ്റെ ഒടിയൻ എന്ന ക്യാരക്ടർ ഈ സിനിമയെ മൊത്തം തോളിലേറ്റി കൊണ്ടുപോകേണ്ടതും ആ ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്നാൽ സിനിമ മൊത്തത്തിൽ പാളിയ സ്ഥിതിക്ക് മെയിനായിട്ട് ആ ക്യാരക്ടറിൻ്റെ എക്സിക്യൂഷനും പാളി, ഡയറക്ഷനും കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ ഒട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാണ്ട് പോയൊരു ക്യാരക്ടറായിട്ടാണ് ലാലേട്ടൻ്റെ മാണിക്യൻ അഥവാ ഒടിയൻ എന്ന ക്യാരക്ടറിനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് ഒട്ടും കണക്റ്റ് ആവാണ്ട് പോയത് ക്ലൈമാക്സ് ഫൈറ്റാണ്. ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. കാരണം സ്റ്റീലിൻ്റെ വാലൊക്കെ ഇട്ടിട്ടുള്ള ന്യൂജൻ ഒടിയന്മാരെയൊക്കെ ഇതിൽ വില്ലനായിട്ടുള്ള പ്രകാശ് രാജ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒടിയന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പോലും ഡൗട്ടാണ്. എവിടെ നിന്ന് ഒപ്പിച്ചു എന്നൊരു പിടുത്തമില്ല. ഇമാതിരി ഇല്ലോജിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പടത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നത് നമുക്കൊക്കെ ചിന്തിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഒടിയൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇത് പണി അറിയുന്ന ആരുടെയും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഏത് ലെവലിൽ എത്തിയേനെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്ടർ ശ്രീകുമാർ മേനോൻ എന്തൊക്കെയോ വലുതായിട്ട് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ വന്ന് ഒന്നും ചെയ്യാണ്ട് പോയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഒടിയൻ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എന്തായാലും നല്ലൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. അത് വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. അപ്പോൾ ഇത്രേ എനിക്ക് ഒടിയൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. ഒടിയൻ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.